Praise the Lord. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും ഈ റിജോയ്സ് മിനിസ്ട്രിയുടെ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ നിയുക്തനായി അഭിഷേകം ചെയ്ത കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സണ്ണിച്ചായൻ, പ്രിയ ബീനാൻഡി, കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ചേർന്ന ഈ മിനിസ്ട്രിക്ക് കൈത്താങ്ങലായി ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കുമൊക്കെ ദൈവഭൃത്തിനോടും കുടുംബത്തോടും ചേർന്ന് നിൽക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ദൈവമക്കൾക്കും കർത്താവിൽ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ റിജോയ്സ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് പ്രിയ സണ്ണിച്ചായൻ കുടുംബം, ഇവിടെയുള്ള ദൈവമക്കൾ പലപ്പോഴും ഓൺലൈനിൽ നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ നിങ്ങളുടെ ആത്മീയ ദാഹവും ആ ഉത്സാഹവും വചനം ഏറ്റെടുക്കാനുള്ള ആർത്തിയുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ നല്ല മനസ്സുള്ള ദൈവമക്കളാണ്. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തോളമായി. കഴിഞ്ഞ ദിവസം ദുബായിൽ വരെ ഒന്ന് കടന്നുപോയി. എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ഫാമിലി ദുബൈയിലെ ഒരു ചർച്ചിൻ്റെ ശുശ്രൂഷയിലാണ് കുറേ വർഷങ്ങളായിട്ട്. അവരിലൂടെ ദൈവം ആരംഭിച്ചൊരു കൂട്ടായ്മ അവിടെയുണ്ട്. ഹിന്ദി സർവീസാണ് ഇവിടെ നടക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ അവിടെ വളരെ പ്രാർത്ഥിച്ചു, പ്രവർത്തിച്ചു. സിന്ധികളായ ആളുകളാണ് ആ ചർച്ചിൽ കൂടി വരുന്നത്. ഏകദേശം ഒരു 350ഓളം ആളുകൾ അവിടെ കർത്താവിനെ ആരാധിക്കുന്നു. ഞാൻ അവിടെ 1 മണിക്കൂറോളം ദൈവവചനം പങ്കുവയ്ക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. സന്ദേശം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 200-ലധികം ആളുകൾ മുമ്പോട്ട് വന്നു പ്രാർത്ഥിക്കാൻ. 1 മണിക്കൂറത്തെ മെസ്സേജും കഴിഞ്ഞ് ഈ 200 ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ കൂടി എടുത്തു. ഈ ഹിന്ദിക്കാരായ ആളുകൾ നമ്മുടെ മലയാളികളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തരാണ്. അവർക്ക് ആ വിശ്വാസവും വാർത്തയെല്ലാം കൂടെ കയറിയപ്പോൾ എന്നെ അങ്ങ് ഞെരുക്കി ഇവർ അടുത്തോട്ടേക്ക് വന്നിട്ട് വേഗം പാസ്റ്റർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവം അസാധാരണമായ ചില വിടുതലുകൾ അവരുടെ ഇടയിൽ അയച്ചു. ഏകദേശം 12 മാസത്തോളമായി നിരന്തരം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞ് പിറ്റേ ദിവസം ആ ഫാമിലി ഞാൻ താമസിക്കുന്ന എൻ്റെ സഹോദരൻ കോബ്രദറിൻ്റെ ഭവനത്തിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ 12 മാസമായി ഞങ്ങളുടെ കുഞ്ഞിന് ഈ രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ജീവനുള്ള
ഒരു സാക്ഷ്യം കേൾപ്പാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ആ പ്രാർത്ഥനയെ കഴിഞ്ഞ് ഞാൻ തിരികെ ഇവിടെ വന്നു. ബുധനാഴ്ച വൈകിട്ടാണ് എത്തിയത്. ബുധനാഴ്ച വൈകിട്ട് തന്നെ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ പകലും ഇന്നലെ രാത്രിയിലും ദൈവകൃപയാൽ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം ഒരുക്കി. ഇന്ന് രാവിലെ 2 മീറ്റിങ്ങുകളിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് കൂടെ ഇപ്പോഴായിരിക്കുന്നത്. ഇവിടുത്തെ മീറ്റിങ്ങിന് ശേഷം വീണ്ടും 2 മീറ്റിങ്ങിലും കൂടെ ഇന്ന് രാത്രി ശുശ്രൂഷിക്കേണ്ടതുണ്ട്. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. നല്ല ആത്മീക അന്തരീക്ഷമുള്ള ഈ കൂട്ടായ്മയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതില്ലെങ്കിൽ ബാക്കിയെല്ലാം വെറുതെയാണ്. ചടങ്ങോ യോഗങ്ങളായി പലയിതും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നല്ല തിരുവചന സന്ദേശങ്ങളൊക്കെ ഇവിടെ വാത്സല്യ സഹോദരങ്ങൾ പ്രസ്താവിക്കുന്ന കേട്ടപ്പോൾ കർത്താവിന് ഞാൻ നന്ദി പറയാനിടയായി. നിങ്ങൾ കർത്താവിൽ വളരുന്നല്ലോ, അതാണ് ഏറ്റവും വലിയത്. ദൈവം നിങ്ങളെ വീണ്ടും വിശാലതയിലേക്ക് നടത്തുമാറാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ വളരെ വേദനയോടെ പ്രിയ ബിനാൻഡിനോട് പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പാസ്റ്ററെ. ഞാൻ അന്ന് മുതൽ എന്നും ഇന്ന് ഫോഷ്ക്ക് പറയാൻ പാടില്ലല്ലോ, ഓർക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുഞ്ഞുങ്ങളുടെ വിവാഹം ഭംഗിയായി ദൈവത്താൽ നടത്തപ്പെടേണ്ടതിന് അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. കൃപയാൽ ഈ വർഷം തന്നെ 2 കുഞ്ഞുങ്ങളുടെയും വിവാഹം എനിക്കും ആ സന്തോഷത്തിൽ വന്ന് പങ്കുചേരാൻ കർത്താവ് അവസരം ഒരുക്കി. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവിടുന്ന് ജീവിക്കുന്ന ദൈവം തന്നെയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് തുടർന്ന് തിരുവെഴുത്തുകളിലൂടെ സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവപാദാന്തികയായിരിക്കാം. ചില വർഷങ്ങളായി ഞാൻ കോഴിക്കോട് പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പുതിയ ആത്മാക്കളെ കർത്താവ് തരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇവിടേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് പുതുതായിട്ട് മുമ്പോട്ട് വന്ന ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന 4 പേരുടെ സ്നാനം നടത്താൻ കൃപയാൽ ദൈവം അവസരമൊരുക്കി. ദൈവത്തിൻ്റെ വലിയ കരുണ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും സന്തോഷം പുതിയ ആത്മാക്കൾ കർത്താവിലേക്ക് കടന്നു വരികയും അവർ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും അവർ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. സ്തോത്രം. കാരണം കർത്താവ് പറഞ്ഞതുപോലെ മുഴുവൻ ലോകത്തേക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവിൻ്റെ വില. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ ആ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഭാഗത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് ധാരാളം ഹൈന്ദവരും മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ആരാധന നടത്തുന്ന തൊട്ട് ഫ്രണ്ടിൽ മുസ്ലിംസാണ് താമസിക്കുന്നത്, തൊട്ട് ബാക്കിലൊരു മുസ്ലിംസാണ്, ഇടത് ഭാഗത്തും ഒരു മുസ്ലിം. ഒരു ഭാഗം മാത്രമാണ് ഈ ഓപ്പണായിട്ടുള്ളത്, ബാക്കി 3 സൈഡിലും മുസ്ലിംസാണ് ഉള്ളത്. നമ്മുടെ ആരാധന ശക്തമായി ആരാധിക്കുകയാണ്. സ്തോത്രം. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല. ഉണ്ടോ ഇല്ലെന്ന് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇവിടേക്ക് എന്തൊക്കെ കിടക്കുന്ന കാണാം. പ്രാർത്ഥിച്ചെടുത്ത് ദൂരെ കളയും. സ്തോത്രം. അവൻ കെട്ടും, നമ്മൾ അഴിക്കും. നമ്മുടെ ശുശ്രൂഷ അതാ. സ്തോത്രം. അവൻ കെട്ടിയിട്ടാൽ നമ്മൾ അഴിച്ചു വിടും. സ്തോത്രം. ഒരു ദിവസം പുറകെ താമസിക്കുന്ന മൻസൂർ എന്നാണ് അവൻ്റെ പേര്, മുസ്ലിം. അവൻ പറഞ്ഞു, ഫാദറിൻ്റെ ചർച്ചിൻ്റെ മുകളിലൊരു വെള്ള തൂണ് പോലെ ഞാൻ കണ്ടു. വെള്ള തൂണ്. ഞാൻ പറഞ്ഞു, അതേ, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന. അവൻ പറയുന്നു, അത് കണ്ടതിന് ശേഷം അവൻ ഉറക്കമില്ലെന്ന്. വല്ലതും മനസ്സിലായോ? നമ്മുടെ ദൈവത്തെ അവൻ കണ്ടാൽ, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ കണ്ടാൽ അവന് മാറ്റങ്ങൾ വന്നിരിക്കും. ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ടൊക്കെ
എതിർത്തൊന്നും പറയാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചില കാര്യങ്ങളെ അവിടെ കൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവ് തന്ന ഒരു തിരുവചന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. 1 തീമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. യെസ്, ആമേൻ. യെസ്, ആമേൻ. യെസ്. പ്രിയ കർത്താവേ, വായിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്തതുമായ ജീവൻ്റെ അപ്പമായ ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ഇന്ന് വായിക്കപ്പെട്ട വചനത്തെ അവിടുന്ന് വിഭജിക്കണമേ. അതിൻ്റെ ആധാരത്തിലൂടെ അങ്ങയുടെ ജനത്തോട് അവിടുന്ന് സംസാരിക്കണമേ. വചന കേൾവി സകലർക്കും അനുഗ്രഹമാകട്ടെ. ആന്തരിക സൗഖ്യം നടക്കട്ടെ, ശാരീരിക സൗഖ്യം നടക്കട്ടെ, മാനസിക സൗഖ്യം നടക്കട്ടെ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകേണ്ട സൗഖ്യം നടക്കട്ടെ, കുടുംബപരമായി പ്രാപിക്കേണ്ട വിടുതലുകൾ പ്രാപിക്കട്ടെ, സഭയായൊരു ആത്മിക ഉദ്ധാരണം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ആവശ്യമുള്ള നല്ല ശബ്ദം, നല്ല വാക്കുകൾ, നല്ല വചന വെളിപ്പാടുകൾ, അരുളപ്പാടുകൾ അവിടുന്ന് നൽകി തരണം. യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പൗലോസ് എഴുതിയ മനോഹരമായ 14 ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് തീമോത്തിയോസിന് എഴുതിയ ലേഖനം. തീമോത്തിയോസ് എന്ന വ്യക്തിത്വം പൗലോസിൻ്റെ ആത്മീക സന്തതിയാണ്, നിജപുത്രനാണ്. താൻ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട, തനിക്ക് പിൻഗാമിയായി, തനിക്ക് പിന്തുടർച്ചയായി ദൈവം തൻ്റെ കരങ്ങളിൽ കൊടുത്ത അനുഗ്രഹീതനായ ഒരു സുവിശേഷകൻ കൂടിയാണ് തീമോത്തിയോസ്. തീമോത്തിയോസിന് പൗലോസ് 2 പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ് എഴുതിയത്. 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്. വളരെ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. പുതിയ നിയമ ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിൻ്റെ കാന്ത, കർത്താവിൻ്റെ മണവാട്ടി, കർത്താവിൻ്റെ ശരീരം. കർത്താവിന് ഒത്തിരി ശരീരമില്ല, ഒരു ശരീരമേ ഉള്ളൂ. കർത്താവിന് ഒത്തിരി കാന്തയില്ല, ഒരു കാന്തയേ ഉള്ളൂ, അത് നാമാണ്. ഈ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടാകണം. ഞാൻ കർത്താവിൻ്റെ കാന്തയാണ്, കർത്താവ് എൻ്റെ കാന്തനാണ്. ഉറപ്പുണ്ടോ? ഞാൻ കർത്താവിന് വേണ്ടി മാത്രമുള്ളവനാ. മറ്റൊന്നിനും എൻ്റെ മേൽ അവകാശമില്ല, മറ്റൊരു ശക്തിക്കും എൻ്റെ മേൽ അധികാരമില്ല, മറ്റൊരു വ്യക്തിക്കും എൻ്റെ മേൽ അധികാരമില്ല, മറ്റൊരു സ്വാധീനത്തിനും എൻ്റെ മേൽ അവകാശമില്ല. മറ്റ് പലതും ഉണ്ട് കേട്ടോ. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയുണ്ട്, സ്വർലോഹങ്ങൾ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനയുണ്ട്. ഇതൊക്കെ പലതിനെയും വാണുകൊണ്ടിരിക്കുകയാ, പല കുടുംബങ്ങളെ വാണുകൊണ്ടിരിക്കുകയാ, പല തലമുറകളെ വാണുകൊണ്ടിരിക്കുകയാ, പലരുടെയും കുടുംബജീവിതത്തെ അത് കയറി പിടിച്ചിരിക്കുകയാ. ഇന്ന് പകൽ ഞാനും നിങ്ങളും പറയണോ, എൻ്റെ മേൽ അവകാശം ഒന്നിനുമില്ല. എൻ്റെ മേൽ അവകാശം കാൽവറിയിൽ യാഗമായ എൻ്റെ യേശുവിന് മാത്രമാണ്. ഇന്ന് പകൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഈ വചനം ഏറ്റെടുക്കുക. ഹല്ലേലൂയ. പൗലോസ് ഈ മകനെ കുറിച്ച്, തീമോത്തിയോസിനെ കുറിച്ച് പറയുന്ന 1-2 വാക്കുകൾ എന്നെ വളരെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. 2 തീമോത്തിയോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം.
ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. എന്ത് നല്ല വാക്കുകളാ വായിച്ചതല്ലേ. ഒരപ്പൻ മകനെ അനുഗ്രഹിക്കുകയാണ്. പൗലോസ് തീമത്തിയോസിന്റെ ആത്മീക പിതാവാ, ഒരപ്പനാ. ആ അപ്പൻ മകനെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹ വചനമാണിത്. എന്താ വചനം? ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവം നമ്മോട് ഒരു വചനത്തിലൂടെയാകട്ടെ, ഒരു ദർശനത്തിലൂടെയാകട്ടെ, ഒരു സ്വപ്നത്തിലൂടെയാകട്ടെ, ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോണം, അത് കെട്ടുപോകുന്നതല്ല. ആ പറഞ്ഞ വചനത്തിന് ജീവനുണ്ട്, ജീവനുണ്ട്. എനിക്കറിയില്ല, പരിശുദ്ധാത്മ പറയുന്നു, ആ ജീവൻ നിന്നെ ഉന്നതമായ അനുഭവത്തിലേക്ക് ജീവനുള്ള വാഗ്ദത്തം കേട്ടിട്ടുള്ളവരെ, അത് മരിക്കത്തില്ല. ആ വാഗ്ദത്തം മരിക്കത്തില്ല. ഇനി കേട്ടണം, ആ ജീവനുള്ള വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ശരീരം നിർജീവമായി പോയാലും നിന്റെ ശരീരത്തെ ജീവനുള്ളതാക്കിയിട്ട് നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആ ജീവന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഹല്ലേലൂയ. അബ്രഹാമിനോട് സാറേന്ന് ചോദിച്ചാൽ അത് പറയും, ഞങ്ങളുടെ രണ്ടുപേരുടെ ശരീരം നിർജീവമായി, പക്ഷെ വാഗ്ദത്തം നിർജീവമായിട്ടില്ല. വാഗ്ദത്തം ചലിച്ചുകൊണ്ടിരിക്കുകയാ. നിന്നെ നോക്കി ചലിച്ചുകൊണ്ടിരിക്കുകയാ വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോടും നിങ്ങളോടും ഒരുപോലെ ഇടപെടുന്നു. കുഞ്ഞേ, വാഗ്ദത്തം മരിക്കത്തില്ല. അതിങ്ങനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാ. അവൻ നിന്റെ സമയത്തിലേക്ക് അത് നിന്നെ ബന്ധപ്പെടുത്തുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസ് അതിന് പറയുന്ന വാക്ക് കണ്ടോ? ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രിയ മകൻ. പൗലോസിന്റെ ആത്മീക സന്തതിയാകുന്ന തീമത്തിയോസിനെ കുറിച്ച് പറയണം, നീ എനിക്ക്, ഉറക്കെ പറഞ്ഞേ, എൻ്റെ ഒരു വിശ്വാസം പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരാത്മീക പിതാവാണ്, മാതാവാണ് കർത്താവിൻ്റെ ദാസൻ സണ്ണി പാസ്റ്റർ. ശരിയാണോ? അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പൊ സണ്ണിച്ചാൻ്റെ ആഗ്രഹം, ആൻറ്റിയുടെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന. സ്തോത്രം. എൻ്റെ ചിന്ത, അവർ ഉരുകി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിലൂടെ ജനിച്ച ഈ ആത്മിക സന്തതികളൊന്നും അവർക്കൊരു കുറവില്ലാതെ ദൈവം നടത്തണം. അവർ ആരോഗ്യത്തോടെ ഇരിക്കണം, അവർ ദീർഘായുസ്സോടെ ഇരിക്കണം, അവർക്ക് നന്മയുണ്ടാകണം, അവർക്ക് ഉയർച്ചയുണ്ടാകണം. പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും. ഒരിക്കലും ഉള്ള പരമാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ നീ നശിക്കണമെന്ന് പ്രാർത്ഥിക്കത്തില്ല.
നീ ഒരിക്കലും ഉയരരുതെന്ന് പ്രാർത്ഥിക്കത്തില്ല. ഹൃദയംഗമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 3 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുയേശുവിൽ നിന്ന് നിനക്ക് കൃപ, കനിവ്. ഇത് 3 ഉണ്ടെങ്കിൽ മറ്റെന്തിനേക്കാൾ വലുത് അത് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഇനി 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. എന്റെ പ്രാർത്ഥനയിൽ പൗലോസ് പറയേ, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും. ആമേൻ. പ്രഹസനമാണോ ഈ വാക്കുകളൊക്കെ, അതോ പരമാർത്ഥമാണോ? ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തീമോത്തിയോസിനെ സുഖിപ്പിക്കാൻ എഴുതിയ ലേഖനമൊന്നും അല്ലിത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൗലോസ് പറയുക, എന്റെ പ്രാർത്ഥനയിൽ. ആമേൻ. ഇപ്പൊ പൗലോസ് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഉറക്കെ പറഞ്ഞേ. രാവും പകലും. പ്രാർത്ഥനയിൽ പോരാ ദൈവത്തിന്റെ പൈതലേ. നിന്റെ കരങ്ങളിൽ തന്ന ഒന്നും നീ അറിയാതെ നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പൗലോസിനോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 27-ാം അധ്യായം. നിന്നോട് കൂടെ ഉള്ളവരെ ഒക്കെയും ഞാൻ നിന്റെ കയ്യിൽ. ഒന്ന് വായിക്കാമോ? സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ 22-ാമത്തെ വാക്യം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അടുത്ത വാക്യം. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. അടുത്ത വാക്ക്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ നിന്നോട് കൂടെ ആരാധിക്കുന്ന, നിന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന, നിന്നോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിന്നോട് കൂടെ. ആ വാക്കുകൾക്കൊന്ന് അടിവരയിടണേ. എന്റെ കൂടെയുള്ളവരെ ദൈവം എന്റെ കയ്യിൽ തന്നിരിക്കുകയാ. അവരുടെ പ്രാണനെ ദൈവം എന്റെ കയ്യിൽ തന്നിരിക്കുകയാ. പ്രാർത്ഥിക്കുന്നവന്റെ കൈകളിൽ പ്രാണനെ കൊടുക്കുന്നവനായ എന്റെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്നാ ഇവിടെ ഈ വചനം പ്രസ്താവിക്കുമ്പോൾ ആത്മാവിൽ ഒരു വെളിപ്പാട് കൂടെ പറയാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ ജീവനോടിരിക്കാനുള്ളതിന്റെ കാരണോ ഇടിവ് നിൽക്കുന്ന ഒരു ദൈവദാസനും കുടുംബവും നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ജീവനോടിരിക്കുന്നത്. അത് ബോധ്യമുള്ള ദൈവമക്കൾ, ഒരു നന്മ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ നന്മയുടെ പിന്നിൽ
ദൈവമായി ഡയറക്റ്റ് ബന്ധമുള്ള പൗലോസിനോട് കർത്താവ് ദൂതനെ വിട്ടിട്ട് പറയുക, അവൻ എൻ്റെ ഊട്ടകവനമേ, ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതനെ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത്, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. കരമുയർച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നീ അനുവദിക്കാതെ ആർക്കും ഒരു ദോഷവും വരികയില്ല. ഞാനൊന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എനിക്ക് തന്ന ജോണിൻ്റെ കുടുംബത്തിനായ, കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്കായിട്ട്, അവർക്ക് കൊടുത്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറയുമ്പോണ്ടല്ലോ, നിങ്ങളറിയാതെ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊരു ദൈവത്തിന്റെ ദാസനാ. സ്തോത്രം. ഞാൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവ് ജാഗരിക്കുമ്പോൾ, ആ ഭവനത്തിന് ചുറ്റും, ആ ഭവനത്തിലെ തലമുറകൾക്ക് ചുറ്റും എന്റെ ദൈവത്തിന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. പിശാച് പറഞ്ഞേടാ, ഞാൻ ഒന്നിനെയും കൊണ്ടുപോകും. സ്വർഗം പറഞ്ഞു, ഞാൻ ഒന്നിനും നിനക്ക് തരത്തില്ല. അവൻ കഠിനമായി ശ്രമിച്ചു. കപ്പൽ പാടെ തകർത്ത് കളഞ്ഞു, പാടെ തകർന്നു പോയി. എന്നാൽ ഒരെണ്ണത്തിന്റെ പ്രാണൻ ആ വെള്ളത്തിൽ മുങ്ങിയില്ല. കാരണം പറഞ്ഞവൻ വിശ്വസ്തനാ. ശബ്ദനായ പറഞ്ഞവൻ വിശ്വസ്തനാണെന്നേ. ഈ 275 ആളുകൾ കൂടെയുണ്ട് കേട്ടോ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാ ഒരു ദൂത് സണിച്ചതിനെ പറയാനൊരു നിയോഗം തരുന്നു. കർത്താവ് ഈ കൂട്ടായ്മ ഇനിയും വളർത്തും. എണ്ണത്തിൽ ഒരു പെരുക്കം ദൈവാത്മാവ് തരാൻ പോകും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അതൊരു പ്രവചന ദൂതാണ്. കർത്താവിന്റെ ആത്മാവ് കുടുംബങ്ങളെ സഭയോട് ചേർത്ത് വെക്കും. കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ചേർത്ത് വെക്കും. എണ്ണത്തിൽ സഭ പെരുകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പൗലോസിന്റെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന 275 പേരെയാ. ഒരു അനർത്ഥം അവർക്കാർക്കും വന്നില്ല. അവരെല്ലാം മറുകരയിലെത്തി. സ്തോത്രം. അപ്പോൾ ഞാൻ ആ എടുത്ത ഭാഗത്തു നിന്നൊരു പ്രധാന ഭാഗം പറയാൻ വേണ്ടിയിട്ടാ. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ കൈകളിലാണ് തൻ്റെ മക്കളുടെ ആത്മാവിനെ ദൈവം ഏൽപ്പിക്കുന്നത്. ഞാൻ ആ എടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ വരാം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചേ. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ചു. പൗലോസ് പറയാണ്, എനിക്ക് നിന്നെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വായിച്ചേ, എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. നിന്നെ ഇങ്ങനെ സ്മരിക്കാനുള്ളൊരു കാരണം എന്താ? നിന്റെ മൂന്നാമത്തെ നിന്റെ കണ്ണുനീർ ഓർത്ത്. അപ്പൊ തീമോത്തിയോസിന്റെ ജീവിതത്തിലുള്ള ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവന്. സ്തോത്രം, 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 സ്തോത്രം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അടുത്ത വാക്ക്, നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ. എന്റെ പ്രിയരെ, വാക്യങ്ങൾക്ക് ശ്രദ്ധിച്ചേ. നമ്മൾ പറയും കർത്താവിനെ കാണുമ്പോൾ സന്തോഷപൂർണത ഉണ്ടാകുന്നൊക്കെ, ഇല്ലയോ? സാധാരണ പറയുന്നൊരു വാക്ക. പക്ഷെ പൗലോസ് പറയുക, നിന്നെ കണ്ടിട്ട്. ആരെ? തീമോത്തിയോസിനെ കാണുമ്പോൾ എനിക്ക് എന്തോ ഉണ്ടാകും? സന്തോഷപൂർണന. അയ്യോ, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, അല്ലേ? എന്നാൽ തിരിച്ച് നമ്മളിൽ നിന്ന് നന്മയൊക്കെ പ്രാപിച്ച്
അനുഗ്രഹമൊക്കെ പ്രാപിച്ച് മാറി നിന്ന് നമുക്കിട്ട് പാര പണിതവരൊക്കെ, ദൂഷണം പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. എത്ര നന്മ കിട്ടിയാലും ഒരു നന്ദിയില്ലാത്ത മനുഷ്യരുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ സന്തോഷമാണോ? പക്ഷെ തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയണം, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ ഉണ്ടാകും? സന്തോഷപൂർണനാകും. ഞാൻ എന്തിനാ ഈ ഭാഗം ഇന്ന് പകൽ ഇവിടെ പ്രസ്താവിക്കുന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ ദൈവമക്കളെ കണ്ടിട്ടോ ഓർത്തിട്ടോ ദൈവഭൃത്തിന്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരം വരാനിടയാകരുത്. മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ വാഴ്ത്തും. നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സ്തോത്രം പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാനിടയായാൽ നിങ്ങൾ അറിയാത്തൊരു അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കും. ഇതൊരു ആത്മിക മർമ്മമാണ്. തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം. അപ്പൊ നിന്റെ കണ്ണുനീര് മാത്രമല്ല, നിനക്ക് എന്തോ ഉണ്ട്? ഉറക്കെ പറഞ്ഞേ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലാ. സ്വോത്ര തീമോഥെയോസിന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം, പൗലോസിലുള്ള വിശ്വാസം എന്താണ്? സ്വോത്രം. ഇനി എങ്ങനെയാ തീമോഥെയോസെ അങ്ങേക്ക് ഇത് കിട്ടിയത്? അടുത്ത വാക്ക് വായിച്ചേ. സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം കേട്ടോണേ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും. കേട്ടോണം, വളരെ ശ്രദ്ധിച്ച് നമ്മൾ പെട്ടെന്ന് വായിച്ചു വിട്ട് പെട്ടെന്നൊന്നും മനസ്സിലാകുകയില്ല. പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ ഈ കണ്ണുനീരിനൊരു കാരണമുണ്ട്, നിന്റെ ഈ നിർവ്യാജ വിശ്വാസത്തിനൊരു കാരണമുണ്ട്. ആ കാരണം പൗലോസ് കണ്ടെത്തി. എവിടേക്ക് പോയെന്നറിയോ? തീമോഥെയോസിന്റെ അമ്മയെ നോക്കി. ആഹാ, അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മ. ഹലോ, അമ്മയുടെ അമ്മയെ നോക്കി. കൊള്ളാം. സൗന്ദര്യം കൊണ്ടല്ല, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ, ലോകത്തിന്റെ ജഡീക സൗന്ദര്യം കൊണ്ടല്ല. പൗലോസ് കണ്ടു വല്യമ്മയിൽ, അമ്മയിൽ, മകനിൽ ഒരു പകർച്ചയാകട്ടോ ഇത്. പകൽ ഇത് ദൈവമക്കളെ ഏറ്റെടുക്കണം. എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, അഥവാ എനിക്ക് ദൈവം തന്ന എൻ്റെ ജീവിത പങ്കാളിയിൽ ഉള്ളതേ എൻ്റെ മക്കളിലേക്ക് പകരാൻ പറ്റൂ. അത് പകർന്നിരിക്കും. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ വല്യമ്മ ഒരു നിർവ്യാജ വിശ്വാസത്തിന്റെ ഉടമസ്ഥയായിരുന്നു. താനൊരു പ്രാർത്ഥനാ ജീവിയായിരുന്നു. സ്വോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു പക്ഷെ നിങ്ങളുടെ പൂർവികരൊന്നും അങ്ങനെ ആകത്തില്ല, പക്ഷെ നിങ്ങൾക്കാകാം. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കളിലേക്ക് ഒരു പകർച്ച. ആകാത്തതൊന്നും നമ്മിൽ നിന്ന് നമ്മുടെ തലമുറയിലേക്ക് പോകരുത്. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആകാത്തത് പകരരുത്, ആകാത്തത് കൊടുക്കരുത്, ആകാത്തതിന്റെ തലമുറയിലേക്ക് വരരുത്. അവയെ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ പൗലോസ് ചുമ്മാ എഴുതുന്ന വാക്കുകളല്ല. പൗലോസ് വ്യക്തമായി തിരിച്ചറിഞ്ഞു, അമ്മ, വല്യമ്മ. ആ വല്യമ്മയ്ക്കും അമ്മയ്ക്കും എന്തോ ഉണ്ട്? നിർവ്യാജ വിശ്വാസം. സ്വോത്രം. അത് നിന്നിലും, അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിന്നിലും അതുണ്ട്. സ്തോത്രം.
ഈ വിശുദ്ധ ബൈബിൾ പല മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നൊരു പുസ്തകമാണ്. 2 സഹോദരിമാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അവരല്ലോ ഇസ്രായേൽ ഗ്രഹം. ആരുടെ പേരാ? 2 ആന്റിമാരുടെ പേരവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് ലേയ, മറ്റൊന്ന് റാഹേൽ. റാഹേലും ലേയുമല്ലോ ഇസ്രായേൽ ഗ്രഹം. പൊളിക്കാനും പറ്റും. നിങ്ങൾ എൻ്റെ കൂടെ പിണങ്ങരുത്, സത്യം പറയാം. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്ത കുടുംബങ്ങളടക്കം, പാസ്റ്റർമാരുടെ കുടുംബങ്ങളടക്കം പൊളിയാനുള്ളതിൻ്റെ കാരണം ദൈവമായുള്ള കണക്ഷൻ പോയതാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, നിന്റെയോ നിന്റെ കുഞ്ഞുങ്ങളുടെയോ കുടുംബം പൊളിയരുത്. അവർ ആത്മാവിൽ പണിയപ്പെടട്ടെ. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വചനങ്ങൾ ഏറ്റെടുക്കൂ. ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം ഒന്നാമത് സ്ഥാപിച്ച സ്ഥാപനം കുടുംബമാണ്. രണ്ടാമത്തെ എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാപനമാണ് സഭ. ഒന്നും കൂടെ പറയാം, ദൈവത്തിൻ്റെ ഒന്നാമത്തെ സ്ഥാപനമായ കുടുംബങ്ങൾ ഒന്നിച്ച് കൂടുന്നതാണ് ദൈവത്തിൻ്റെ സഭ. അപ്പൊ പിശാചിനറിയാം, ഈ സഭയെ പൊളിക്കണമെങ്കിൽ കുടുംബത്തെ പൊളിച്ചാൽ മതി. ഹലോ, പണം കൊണ്ട് കുടുംബം പണിയപ്പെടത്തില്ല, സൗന്ദര്യം കൊണ്ട് കുടുംബം പണിയപ്പെടത്തില്ല, വിദ്യാഭ്യാസം കൊണ്ട് കുടുംബം പണിയപ്പെടത്തില്ല. ഇന്ന് പകൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ ഇടർച്ചകളെയും മാറ്റി, എല്ലാ കലഹങ്ങളെയും മാറ്റി ആത്മാവിൽ നമ്മെ ഒന്നാക്കട്ടെ. ചില കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. എവിടെയും വിള്ളലുകൾ വരാൻ ഇടയാകാതെ, ഇടർച്ചകൾ വരാൻ ഇടയാകാതെ, കൈപ്പോ കലഹമോ വരുവാൻ ഇടയാകാതെ. ഹല്ലേലൂയ. ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട്, ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ജയമേടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസം ഇല്ലിനി ഏറെ. ജയമേടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസം ഇല്ലിനി ഏറെ. പോർക്കളത്തിൽ നാം പൊരുതുകധീരരായി യേശുവിൻ നാമമേന്തി. പോർക്കളത്തിൽ ധീരരായി യേശുവിൻ നാമമേന്തി. പോയിട സുവിശേഷം ഓതിട നാടെങ്ങും അനന്ത സന്തോഷമും ഓടുവേ. പോയിട സുവിശേഷം ഓതിട നാടെങ്ങോ അനന്ത സന്തോഷമുൻ. ഹല്ലേലൂയ. എങ്ങനെ പോരാടണം? ഐക്യതയോടെ, കുടുംബങ്ങൾ ഐക്യതയോടെ നിൽക്കണം. ആ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്ന സഭ ഐക്യതയോടെ നിന്നാൽ ഒരു സാത്താനും നിങ്ങളെ ജയിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
അപ്പോൾ തീമത്യോസിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ കാരണം തൻ്റെ വല്യമ്മ, പിന്നെ തൻ്റെ അമ്മ. പ്രിയരെ, നമുക്ക് നല്ലത് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണോ? നിങ്ങളറിയാതെ നിങ്ങളുടെ തലമുറ ഏത് രാജ്യത്ത് പോയാലും അവർ കണ്ടത് എന്താണെന്നറിയോ? അവരുടെ പപ്പായും മമ്മിയും അവരുടെ ഡാഡയും മമ്മിയും ഇരുന്ന് നിങ്ങൾ ആരാധന മുടക്കുന്നവരാണോ? ഒരു സംശയം വേണ്ട, മക്കൾ മുടക്കിക്കോളൂ. നിങ്ങൾ ആരാധിക്കുന്നവരാണോ? അയ്യോ, ഈ മുമ്പിലൊക്കെ ഇരിക്കുന്ന ടീമുണ്ടല്ലോ, അവരെങ്ങനെ ഏറി കണ്ടിട്ട് നോക്കാം, പപ്പ എങ്ങനെയുണ്ട് ആരാധിക്കുന്നത്, മമ്മി എങ്ങനെയുണ്ട് ആരാധിക്കുന്നത്, അല്ലേ? സ്വോത്രം 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 സ്വോത്രം. അവരെ കാണേണ്ടത് നാം ദൈവത്തെ ആരാധിക്കുന്നതാകണം. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ആ വചനം സ്വീകരിക്കുകയും ആ വചനത്തോട് നാം ഭക്തിയോട് ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ തലമുറ കണ്ടാൽ നമ്മിലുള്ളത് നമ്മുടെ തലമുറയിൽ പകരപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം അങ്ങനെ കണ്ട് വളർന്ന ഈ തീമത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, 11-ാമത്തെ വാക്യം, 6:11. 1 തീമത്തിയോസ് 6:11. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. 6:11. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. തീമത്തിയോസിനോട് പൗലോസ്ലീഹ പറയുകയാണ്, നീയോ, പ്രാർത്ഥിക്കുന്ന നീയോ, ഭക്തിയോടെ നിർമ്മല മനസാക്ഷിയോടെ നിർവ്യാജ വിശ്വാസത്തോടെ ദൈവത്തെ പിൻപറ്റുന്ന നീയോ, അല്ലേ? നീയോ ആരാണ്? ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഈ ഭൂമിയിൽ 2 ടൈപ്പ് മനുഷ്യരുണ്ട് കേട്ടോ, പ്രധാനമായി 2 ടൈപ്പ് മനുഷ്യർ. ഒന്ന് ദൈവത്തിന്റെ മനുഷ്യൻ, സ്തോത്രം. മറ്റൊന്ന് പിശാചിന്റെ മനുഷ്യര്. അതെവിടെ എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 3:8 വാക്യം. 1 യോഹന്നാൻ 3:8 വാക്യം. 1 യോഹന്നാൻ 3:8 വാക്യം. പെട്ടെന്ന് വായിച്ചു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അത് തന്നെ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അത്രേ ഉള്ളൂ. രണ്ട് ടൈപ്പ് ആളുകളുണ്ട്, 2 ടൈപ്പ് മനുഷ്യരുണ്ട്. ഒന്ന് ദൈവത്തിന്റെ മനുഷ്യൻ, മറ്റൊന്ന് വചനത്തിലൂടെ തെളിയിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ആരാണ് പിശാചിന്റെ മകൻ? ഒറ്റ വാക്കേ ഉള്ളൂ, പാപം ചെയ്യുന്നു. വാത്സല്യ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ട് പാപം ചെയ്യാത്തവൻ അല്ല വിശുദ്ധൻ. പാപം ചെയ്യാൻ നിനക്കും എനിക്കും അവസരങ്ങൾ 100% മുമ്പിൽ വന്നിട്ടും നോ എന്ന് പാപത്തോട് പറയാൻ കഴിഞ്ഞാൽ അവനാണ് ദൈവത്തിന്റെ വിശുദ്ധൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ പറയുന്നു, പിശാച് ഒത്തിരി അവസരങ്ങൾ നമുക്കൊക്കെ കൊണ്ടുതരും. ശദ്രക്ക് മേശക്ക് അബേദ്നഗോ എന്തോ നല്ല അവസരം കിട്ടിയത്, അല്ലേ? രാജാവിൻ്റെ ഭോജനം, രാജാവ് കുടിക്കുന്ന വീഞ്ഞ്. ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ചർച്ചിലെ പാസ്റ്ററില്ല, ആരുമില്ല. അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ഇഷ്ടം പോലെ കുടിക്കാം. പക്ഷേ അവരകത്ത് പ്രമാണമുള്ളവനാണ്. എന്താ? രാജാവ് കഴിക്കുന്ന ഭോജനം അങ്ങോട്ട് കഴിച്ചാൽ എന്താ? ഇനി വീഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചു. ഭോജനം കഴിച്ചാൽ എന്താ കുഴപ്പം? എന്താ? എനിക്ക് വീഞ്ഞ് വേണ്ട, എനിക്ക് ഭോജനം മതി, നല്ല ശ്രേഷ്ഠമായ ആഹാരമല്ലേ? രാജാവിന് ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് രാജാവ് സേവിക്കുന്ന ദേവന് കൊടുത്തിട്ടാണ് രാജാവിന് കൊടുക്കുന്നത്. എല്ലാം മനസ്സിലായോ? അതുകൊണ്ട് രാജാവിൻ്റെ ദേവൻ അർപ്പിച്ച ആഹാരം ഞാൻ എന്ത് ചെയ്യത്തില്ല. അകത്ത് ബോധ്യമുള്ളവർക്ക് ആ ദൈവത്തെ വാഴ്ത്തുന്നു.
നിങ്ങളും ഞാനും അറിയാതെ പലപ്പോഴും പലയിടങ്ങളിൽ ബന്ധിക്കപ്പെടുന്നത് ഇതുപോലുള്ള ചില കുതന്ത്രങ്ങൾ പിശാചൊരുക്കി നമ്മെ അതകത്ത് ചെല്ലത്തക്ക രീതിയിൽ അവൻ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ആത്മാവുള്ളവൻ അവനെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമേറ്റെടുക്കുന്നവർക്ക് ആ ദൈവത്തെ വാഴ്ത്തുകയോ. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. മൂത്ത മോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, 10th പഠിക്കുകയാണ്. അവരുടെ വിഷയം പാസ്റ്ററെ കഴിഞ്ഞ എക്സാം വരെ കുഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. 10th അവൾക്ക് ബയോളജിക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്കാണ്. അവൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ബയോളജിയാണ്. സ്വോത്രം. എന്നാൽ ഈ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലേക്ക് വരുമ്പോഴത്തേന് കുഞ്ഞിന് ബയോളജി ഇത് കേൾക്കുമ്പോൾ പേടിയാണ്. അവിടെ കൈ വിറയ്ക്കുക, പുസ്തകം കയ്യിലെടുക്കാൻ പറ്റും, അത് ആ ഭാഗം പഠിക്കാൻ കഴിയുന്നില്ല, എന്തോ ഭയങ്കര അസ്വസ്ഥത. സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആത്മാവിൽ പ്രാർത്ഥിച്ചു. കേട്ടോണേ, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയില്ല, അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞങ്ങ് ഒമറ്റ് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം, 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 സ്തോത്രം. ഒമറ്റിയത് ഈ കുഞ്ഞിൻ്റെ പഠനത്തെ മുടക്കാൻ. ഇവൾ ഏറ്റവും ടോപ്പാണ് ആ ക്ലാസ്സിൽ. ഇവരുടെ പഠനത്തെ ഇല്ലാതാക്കാൻ കൂട്ടുകാരി കൊടുത്തതാകത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ആത്മാവിൽ ആരാധിച്ചപ്പോൾ അകത്ത് കിടന്ന കൈവശം പുറത്തു വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കുഞ്ഞെ? അവൾ പറഞ്ഞു, പാസ്റ്റങ്ങളെ എൻ്റെ ഭയം മാറി. ടെസ്റ്റ് എടുത്താൽ എന്നെ കൈവിറയ്ക്കുക, എനിക്ക് ഭയവാ, പഠിക്കാൻ കഴിയുന്നില്ല. അവൻ ഏറ്റവും നന്നായി അവൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ടോ? ചില തലമുറകൾ ഈ വിധത്തിൽ ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ മരുന്ന് കൊടുത്തിട്ട് സൗഖ്യമുണ്ടാകത്തില്ല, അവിടെ ഇവിടെ കൊണ്ടിട്ട് സൗഖ്യമുണ്ടാകത്തില്ല. പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിൽ പോരാടുമ്പോൾ അകത്തളത്തിൽ കിടക്കുന്ന ചില കെട്ടുകൾ ആത്മാവിൽ പുറത്തുവരും. ഹല്ലേലൂയ. രാജഭോജനം ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങളെ ബന്ധിക്കുന്നതാണ്. രാജാവ് കുടിക്കുന്ന വീഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങളെ അശുദ്ധരാക്കുന്നതാണ്. നോ. ഞാൻ ചോദിക്കട്ടെ, ഇത് വിലക്കിയപ്പോ സാധുഭോജനമൊക്കെ അവർ കഴിച്ചേ, പരിപ്പും പയറും ഒക്കെ കഴിച്ചേ. സ്തോത്രം. അവർക്ക് വല്ല കുറവും വന്നോ? ഇല്ലെന്ന്. നീ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ നിന്നോടൊപ്പം എൻ്റെ ദൈവം നിൽക്കും. നീ ഒരിടത്തും തലകുനിപ്പൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ചിലത് വിട്ടോടണം. അത് മുകളിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. ഈ 7ാം വാക്യം മുതൽ ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നവരാരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കുകയെ ഇല്ലല്ലോ. പൗലോസ് തീർത്ത് പറയുക, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. കൊണ്ടുപോ എല്ലാം തന്നുവിടുവോ? നല്ലൊരു ഗോൾഡന്റെ കണ്ണാടി വെച്ചിരിക്കുന്ന അതുപോലും നമ്മുടെ കൊച്ചമ്മ ഊരിയെടുക്കും. ഒന്നും കൊണ്ടുപോയാലോ കേട്ടോ. എന്നിട്ട് അടുത്ത സമയം ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ദൈവം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നല്ല ആഹാരം തന്നതിനായി സ്തോത്രം ചെയ്യാം. നല്ല വസ്ത്രം തന്നതിനായി സ്തോത്രം ചെയ്യാം. നല്ല പാർപ്പിടം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നല്ല വാഹനം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കും. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദൈവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പല പാസ്റ്റർമാരും ദൈവകൃപയിൽ നിന്ന് വീണു പോകാനുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ശുശ്രൂഷയിൽ ജ്വലിച്ചു നിന്നവർ ആ ജ്വലന അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് ഇരുട്ടാകാനുള്ളതിന്റെ കാരണം അവരുടെ അകത്ത് കയറിക്കൂടിയ ഉറക്കെ പറഞ്ഞേ, അത് പാസ്റ്റർമാരുടെ അകത്ത് കയറിയ പാസ്റ്റർമാരെ തകർക്കും.
അത് വിശ്വാസിയുടെ അകത്ത് കയറിയ വിശ്വാസിയെ തകർക്കും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ പോയി ജീവിച്ചാൽ പോരെ. സ്വത്രം ഇവിടെ നമ്മൾ ജീവിക്കുന്നത്, ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്. പക്ഷേ അത് കുറുക്കു വഴികളിലൂടെ ആകരുത്. മറ്റൊരുവന്റെ ചോര നീരാക്കിയ പണം നിന്റെ കയ്യിലിരിക്കരുത്. ആമേൻ. നിനക്കർഹതപ്പെട്ടത് സ്തോത്രത്തോടെ നീ അനുഭവിച്ചോ. മനസ്സിലാകുന്നവർ ഒന്നും കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണ്, മൂല കാരണമാണ്. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, സ്തോത്രം സ്തോത്രം, പൗലോസ് പറയാണ്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിഴുന്നു, ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഞാൻ അതിന് മുമ്പിലത്തെ പ്രാവശ്യം 2010 എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനം വന്ന 2016. 2010 വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചിലർ ഇപ്പം കാണുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവരുടെ അകത്ത് ഇത് കയറിയിട്ട് ദേശത്ത് നിൽക്കാൻ കഴിയുന്നത് ഓടിപ്പോകേണ്ടി വന്നു. അത് മനസ്സിലായോ? വഴി വിട്ട യാതൊന്നും നമുക്ക് വേണ്ട. സ്തോത്രം പറയാൻ ചില ബുദ്ധിമുട്ടാ. ദൈവത്തിന്റെ പ്രമാണം വിട്ടിട്ടുള്ള ഒരു പണവും നമുക്ക് വേണ്ട. ദൈവം തരുന്നത് എത്രയുണ്ടോ സ്തോത്രത്തോടെ അനുഭവിച്ചോ. എൻ്റെ റോയ് പാസ്റ്റർ ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇനി ഇങ്ങനെ പറയരുത്. ആമേൻ. ദ്രവ്യാഗ്രഹം എൻ്റെ അകത്ത് കയറിയാൽ എന്നെ തകർക്കും. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ നിങ്ങളെ തകർക്കും. പണത്തോടുള്ള ആർത്തി നമുക്ക് പാടില്ല. പണം ദൈവം തരുന്നുണ്ടോ? സ്തോത്രം. ഒന്നും കൂടെ പറയാം, പണം എന്നെ ഭരിക്കരുത്, പണത്തെ നീ ഭരിക്കണം. ഹല്ലേലൂയ. ഒന്നും കൂടെ വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, അത് കാംക്ഷിച്ചിട്ട്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിഴുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പ്രിയരെ, ഇത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഉഴന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നമ്മിൽ അത് വരരുത്. എന്നിട്ട് അടുത്ത വാക്ക് പറയാം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഇതെല്ലാവർക്കും ഉള്ളതല്ല, ഇത് ദൈവമക്കൾക്കുള്ളതാ. കർത്താവിന്റെ ചങ്കില് ചോര തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ച, ചങ്കിലെ ചോരയാൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച നമ്മുടെ കർത്താവ് പറയുന്നത്, കുഞ്ഞെ നിനക്കത് വേണ്ട, നിനക്ക് എന്ത് വേണോ ഞാനത് തന്നോളാം, പക്ഷെ നീ അതിന്റെ പുറകെ പോകരുത്, അത് നിന്നെ ഭരിക്കരുത്, അത് നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കരുത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളൂ, അത് വിട്ടോടി. നീതി, ഭക്തി, നീതി നമുക്ക് മുറുകെ പിടിക്കാം. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, 4 ക്ഷമ, സ്നേഹം, 5 ക്ഷമ, സൗമ്യത, 6 സൗമ്യത എന്നിവയെ പിന്തുടരുക. അതൊക്കെ വിശദീകരിക്കാനുള്ളതാണ്. ചിലതിനെ വിട്ടെങ്കിലേ ഇതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതും ഇതും കൂടെ പറ്റത്തില്ല. ഇതിനോട് നീ ഗുഡ് ബൈ പറയുക, എന്നിട്ട് എനിക്കിത് വേണം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇത് നിന്നെ നശിപ്പിക്കത്തില്ല, ഇത് നിന്നെ നിത്യതയോളം കൊണ്ടെത്തിക്കും. പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ വചനപ്രകാരം ആ നിത്യതയ്ക്കായി ഒരുങ്ങാം. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. നമ്മുടെ യേശുപ്പച്ച, നമ്മൾ പ്രത്യാശ വെച്ച നമ്മുടെ പ്രാണനാഥന്റെ കാഹളം മുഴങ്ങാറായി. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ചുറ്റുപറ്റങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ മതി, നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ മതി. വിളിച്ചു പറയുന്നു, പ്രാണപ്രിയൻ വരാറായി, പ്രാണപ്രിയൻ വരാറായി, പ്രാണനാഥൻ വരാറായി. ചിലതിനെ വിട്ട് നമുക്ക് ഓടാം, അവൻ ചിലതിനെ നമുക്ക് മുറുകെ പിടിക്കാം. അവൻ നീതിയോടെ ജീവിക്കാം, ഭക്തിയോടെ ജീവിക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം, നിർമ്മലതയോടെ ജീവിക്കാം, ആരാധനയോടെ ജീവിക്കാം. നിർവ്യാജ വിശ്വാസത്തിന്റെ ഉടമസ്ഥരായി, കണ്ണുനീരും പ്രാർത്ഥനയും കുറയാതെ ദൈവത്തോടുള്ള ആ നിർമ്മല മനസാക്ഷികൾ നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ കേട്ടത് നിർമ്മലമായ ദൈവവചനമാണ്. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു, നീയോ അത് വിട്ടോടി. നീ പിന്തുടരേണ്ടത് നീതി, ഭക്തി, വിശ്വാസം, നിർമ്മലത. ഹല്ലേലൂയ. ആകാത്തതിന് പുറകെ ഇനി പോകാൻ എന്നെ അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവേ, എന്നെ ഗൈഡ് ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ഗൈഡ് ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നെ കൊണ്ടുപോകണമേ. പരിശുദ്ധാത്മാവേ, എന്നെ നിന്നിലേക്ക് നടത്തണമേ. പരിശുദ്ധാത്മാവേ, ത്തിലേക്ക് നടത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നെ വചനത്തിലേക്ക് നടത്തണമേ. അനേകർ മറ്റുള്ളതിൻ്റെ പുറകെ പോയി അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി, അവരുടെ വിശ്വാസ ജീവിതം ഉടഞ്ഞുപോയി. നമുക്കത് വേണ്ട, നമുക്കത് വേണ്ട, നമുക്കത് വേണ്ട. അവരെ നമുക്ക് മാതൃകയാക്കണ്ട. അവർ പെട്ടെന്ന് സമ്പന്നരാകാൻ ശ്രമിച്ചതാ അവരുടെ തകർച്ചയ്ക്ക് കാരണമായി, അവരുടെ തലമുറയുടെ തകർച്ചയ്ക്ക് അത് കാരണമായി. എനിക്കത് വേണ്ട. എനിക്ക് എൻ്റെ കർത്താവിനെ പിൻപറ്റണം. എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഏത് വിധേനയും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരണം. ഞാനിന്ന് പകൽ എന്നെ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവർ മാത്രം നിങ്ങളുടെ വലങ്കരമ മാർവോട് ചേർത്ത് പിടിച്ചാട്ട്. യെസ് ലോർഡ്. പ്രിയ കർത്താവേ, ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് ദൈവം അവർക്ക് കൊടുത്ത വലങ്കരം മാർവോട് ചേർത്ത് പിടിച്ച അവിടുത്തെ വിശുദ്ധ ജനത്തിനായിട്ട് സ്തോത്രം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന ആ ദൈവ ശബ്ദം ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ. അവർ ലോകത്തിനു വേണ്ടിയുള്ളവരല്ല, അവർ പിശാചിനു വേണ്ടിയുള്ളവരല്ല, അവർ രോഗത്തിനു വേണ്ടിയുള്ളവരല്ല, അവർ സാത്താന് വേണ്ടിയുള്ളവരല്ല, അവർ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. അങ്ങേക്ക് വേണ്ടി മാത്രം, അങ്ങേക്ക് വേണ്ടി മാത്രം. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആ ലക്ഷ്യത്തിലേക്ക് ഓട്ടം തികയ്ക്കുവാൻ നിന്റെ ജനത്തിന് കൃപ നൽകണം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ വചനം നിന്റെ ജനത്തിന്മേൽ കൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ. ആ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും.